കാരുണ്യവാനായ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. സന്തോഷമുള്ള അധരങ്ങളോടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് ഇന്നും അവസരം നൽകിയതിനായിട്ട് സ്തോത്രം. നമ്മിൽ പലരും സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ ഏറെ ഉള്ളിൽ ഞരങ്ങുന്ന സഹോദരങ്ങളും നമ്മോടൊപ്പമുണ്ട്. ദൈവം അവരുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കട്ടെ. അവരുടെ രട്ടിനെ ദൈവം അഴിച്ച് ആനന്ദഘോഷം ധരിപ്പിക്കട്ടെ. വിശുദ്ധന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ന്യായവിധി എന്നുള്ളതാണല്ലോ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ പഠിക്കുന്നത്. ഇതിനു മുമ്പും പല വാക്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് 11-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം 11:18. വായിക്കട്ടെ. അതെ, വായിച്ചു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. ഇവിടെയും നാം 24 മൂപ്പന്മാർ ദൈവത്തെ സ്തുതിക്കുന്ന സ്വർഗീയമായ ഒരു ചിത്രമാണ് കാണുന്നത്. ദൈവത്തെ സ്തുതിക്കുവാൻ ഈ 24 മൂപ്പന്മാർക്ക് ഇടയാകുന്ന ഒരു കാരണം ഇവിടെ നാം കാണുന്നു. ജാതികൾ കോപിച്ചു, പക്ഷേ ദൈവത്തിന്റെ കോപവും വന്നു. എന്നിട്ടോ മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഉള്ള കാലവും വന്നു. നമുക്കിപ്പം വേണ്ടത് മാത്രമേ ആ വാക്യത്തിൽ നിന്ന് എടുത്തു പറഞ്ഞുള്ളൂ. കർത്താവ് തൻ്റെ കോപത്തിൽ ജാതികളെ വിധിക്കുന്നു, അല്ലെങ്കിൽ ശത്രുക്കളെ ന്യായം വിധിക്കുന്നു. അപ്പോൾ തന്നെ മറുഭാഗത്ത് ഭക്തന്മാരായ ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം കൊടുക്കും. നമ്മൾ ആ പ്രതിഫല വിഭജനത്തെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ബാക്കിയുള്ള ന്യായവിധികളെ കുറിച്ചാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഭാവിയിൽ നടക്കുന്ന 5 പ്രധാനപ്പെട്ട ന്യായവിധികളിൽ 2ാമത്തെ ന്യായവിധിയായ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ന്യായവിധിയെയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇസ്രായേൽ ജാതിയുടെ ന്യായവിധി. ദൈവം ഇസ്രായേലിനെ ഒത്തിരി പ്രാവശ്യം ന്യായം വിധിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. ഞാനൊരു ലേഖനത്തിൽ വായിച്ചത്, യെരൂശലേം ഇസ്രായേലിന്റെ തലസ്ഥാനമായ ശേഷം ഏതാണ്ട് 86 പ്രാവശ്യമാണ് ഇസ്രായേൽ അല്ലാത്തവരുടെ കയ്യിൽ യെരൂശലേം അകപ്പെടുന്നത്. It was more than 86 times Jerusalem was given to other nations.
ഇസ്രായേലിന്റെ പാപം നിമിത്തം ദൈവം യെരൂശലേമിനെ ഇതര ജാതികളുടെ കൈകളിൽ ഏൽപ്പിച്ചു. ബാബിലോണ്യർ തുടങ്ങി ഇങ്ങോട്ട്. അതിനു മുമ്പേ ഇസ്രായേലിനെ അവരുടെ സ്വന്തം നാട്ടിൽ തന്നെ അടിമത്വത്തിൽ വിട്ടുകളഞ്ഞ ചരിത്രവും നമുക്കുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഇംഗ്ലീഷിലെ എസ് എന്ന അക്ഷരത്തിന്റെ 5 ആവർത്തനം നമുക്കവിടെ കാണാം. സിൻ, സെർവിറ്റ്യൂഡ്, സപ്ലിക്കേഷൻ, സാൽവേഷൻ, സൈലൻസ്. 5 എസ്. സിൻ അത് ചാക്രികമാണ്. ഇറ്റ്സ് എ സൈക്ലിക് പ്രോസസ്. രാജാക്കന്മാരൊക്കെ ആകുന്നതിന് മുമ്പുള്ള കാലമാണല്ലോ ന്യായാധിപന്മാരുടെ കാലം. അക്കാലത്തെ കാര്യം തന്നെയാ പറയുന്നത്. സിൻ, ജനം പാപം ചെയ്യും. സെർവിറ്റ്യൂഡ്, പാപത്തിന്റെ ഫലമായി ദൈവം ഇസ്രായേലിനെ ജാതികളുടെ കയ്യിൽ അടിമത്വത്തിൽ ഏൽപ്പിക്കും. സപ്ലിക്കേഷൻ, അടിമത്വത്തിൽ കിടന്നുകൊണ്ട് നിലവിളിക്കും. അവരുടെ കഷ്ടതയിൽ അവർ യഹോവയോട് നിലവിളിക്കും. നിലവിളി കേട്ട് ദൈവം അവരെ വിടുവിക്കും. സാൽവേഷൻ. പിന്നെ കുറച്ചു കാലം സൈലൻസ്, പിന്നെ സ്വസ്ഥതയാണ്. അങ്ങനെ കുറച്ച് നാൾ സ്വസ്ഥമായിട്ട് ഇങ്ങനെ പോകുമ്പം പിന്നെയും തുടങ്ങും. ഈ എസ് വീണ്ടും ആവർത്തിക്കും. സിൻ, സെർവിറ്റ്യൂഡ്, സപ്ലിക്കേഷൻ, സാൽവേഷൻ, സൈലൻസ്. പിന്നെയും തുടങ്ങും സിൻ. അതാണ് ഇതൊരു സൈക്ലിക്, ഇതൊരു ചാക്രികമായ പരിപാടിയാണെന്ന് പറഞ്ഞത്. ഇസ്രായേലിന്റെ ചരിത്രം മുഴുവനും അങ്ങനെയാണ്. ഇസ്രായേലിന്റെ ചരിത്രം. പക്ഷേ ഇത്രമാത്രം ദൈവം അവരെ ബാലശിക്ഷകളിലൂടെ, ന്യായവിധികളിലൂടെ നടത്തിയെങ്കിലും അവരെ കർത്താവ് ഉപേക്ഷിച്ചില്ല. മോശ മരിക്കുന്നതിന് മുമ്പ് തന്നെ ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാം. 28-ാമത്തെ അധ്യായം അതിന് വളരെ വലിയ തെളിവാണ്. പക്ഷെ അവിടേക്കൊന്നും പോയാൽ നമുക്ക് അത്ര പെട്ടെന്ന് തിരിച്ചു പോരാൻ ഒക്കാത്തത് കൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല. 28-ാമത്തെ അധ്യായത്തിൽ ഡ്യൂട്ടറോണമി ചാപ്റ്റർ 28, പ്രത്യേകിച്ച് അതിൻ്റെ 63 ഫോളോയിങ്, 63 മുതൽക്കുള്ള വാക്യങ്ങളിലൊക്കെ, അത് മൊത്തമുണ്ട്, ആ അധ്യായം മുഴുവനും അത് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് 63 മുതൽക്കുള്ള വാക്യങ്ങളിൽ അക്ഷരികമായി ഇസ്രായേലിൽ നിറവേറിയ പല സംഭവങ്ങളുമുണ്ട്. അതും കൂടാതെ 32-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, when we come to the 32nd chapter of Deuteronomy, അവിടെ ദൈവം അല്ലെങ്കിൽ ദൈവഭക്തനായ മോശ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഇവരോട് സംസാരിക്കുന്നു. 32-ന്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 32:1. Listen, O heavens, and I will speak. Hear, O earth, and the words of my mouth. ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കിക്കൊണ്ട് മോശ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇവിടെ നാം കാണുന്നത്. 150 സങ്കീർത്തനങ്ങൾക്ക് പുറത്തുള്ള സങ്കീർത്തനങ്ങളിൽ ഒരു പ്രധാന സങ്കീർത്തനമാണ് ഈ 32-ാമത്തെ അധ്യായം. 31-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ കാണുന്നുണ്ട് ഇത് ഒരു പാട്ടാണ്. ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെ ഇസ്രായേൽ മക്കളെ ചൊല്ലി കേൾപ്പിച്ചു. അവരെ മോശ പഠിപ്പിക്കുകയായിരുന്നു.
അപ്പം ഇസ്രായേൽ മക്കൾ പിന്മാറുമെന്നും അപ്പോൾ ദൈവം അവരെ ശാസിക്കും, ശിക്ഷിക്കും എന്നുമൊക്കെ ദൈവം നേരത്തെ തന്നെ കണ്ടു. അതുപോലെ നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഉടമ്പടിയുണ്ട്, ഡേവിഡിക് കവനന്റ്. ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടി, ദാവീദ്യ ഉടമ്പടി എന്നാണ് അത് വിളിക്കപ്പെടുന്നത്. ആ ഉടമ്പടിയില് അത് നമ്മൾ കാണുന്നത് 2 ശമൂവേൽ 7-ാമത്തെ അധ്യായം, അതിന്റെ 13-14 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. 13-14. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും, ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. ആ വാക്യം ശ്രദ്ധിച്ചോണേ, 14-ാം വാക്യം. ഒന്നും കൂടെ വായിച്ചോ സുജ. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. 15 കൂടെ. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലെങ്കിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. സ്തോത്രം. ദാവീദ്യ ഉടമ്പടി, ഡേവിഡിക് കവനന്റ്. നമുക്ക് പശ്ചാത്തലമൊക്കെ അറിയാം. ദാവീദിനോട് ദൈവം അവന്റെ സിംഹാസനം സ്ഥിരപ്പെടുത്തും എന്ന് നൽകുന്ന വാഗ്ദത്തമാണ്. അത് അൺകണ്ടീഷണൽ അല്ല, വ്യവസ്ഥകളില്ലാത്തതല്ല. നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങളിൽ കണ്ടല്ലോ, നിന്റെ പുത്രന് സിംഹാസനം ഞാൻ സ്ഥിരമാക്കി കൊടുക്കും. എന്നാലും അവൻ തെറ്റ് ചെയ്താൽ, അവൻ പാപം ചെയ്താൽ വെറുതെ വിടുമോ? ഇല്ല. ഞാൻ അവനെ മനുഷ്യപുത്രന്മാരുടെ വടികൊണ്ട് അടിക്കും, ശിക്ഷിക്കും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം ദൈവം ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തു, അവരെ അനുഗ്രഹിച്ചു, പ്രത്യേക പദവികളൊക്കെ കൊടുത്തു. ഇതിന്റെ അർത്ഥം അവരെ വെറുതെ അവരുടെ ഇഷ്ടത്തിനങ്ങ് വിടുമെന്നല്ല. അവരുടെ പാപത്തിന് കർത്താവ് ശിക്ഷ വിധിക്കും എന്ന വ്യക്തമായ സൂചന നമുക്കുണ്ട്. കർത്താവ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇസ്രായേൽ മക്കളോട് പറയുന്നതുമുണ്ട്. സ്തോത്രം. നമുക്ക് ഒരു വാക്യവും കൂടെ അതിനോട് ചേർത്ത് വായിക്കാം. ആമോസ് പ്രവചനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യങ്ങൾ. Hear this word the Lord has spoken against you, O people of Israel, against the whole family I brought up out of Egypt. Only you have I chosen of all the families of earth. Therefore I will punish you for all your sins. Do walk together. Enough. Since I have chosen you out of all the peoples of the earth, I will not let you go unpunished. ഞാൻ സർവഭൂമിയിലും നിന്നുള്ള ജാതികളിൽ നിന്ന് നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കാതെ വിടുകയില്ല. I will not let you go unpunished. I will punish you. Of course, they enjoyed
all the privileges of their election. But along with their privileges, their election had one more thing, a righteous punishment. ഇസ്രായേൽ മക്കൾ തെരഞ്ഞെടുപ്പിന്റെ ആനുകൂല്യം അനുഭവിച്ച ജനതയാണ്. തെരഞ്ഞെടുപ്പിന്റെ പദവികൾ ആസ്വദിച്ചവരാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ആസ്വാദനത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് മറ്റൊരു കാര്യവും കൂടെ ഉറപ്പുവരുത്തുന്നു: ന്യായമായ ശിക്ഷ. ന്യായമായ ശിക്ഷ. വേദപുസ്തകത്തിന്റെ വിശ്വാസ്യതയും അതാകട്ടോ. ദിസ് ഈസ് വൺ ഓഫ് the fidelity, the faithfulness, the truthfulness of the scriptures. ബൈബിളിന്റെ സത്യസന്ധത. വേദപുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ പോലും തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവയ്ക്ക് നേരെ കണ്ണടച്ചില്ല. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം തുടങ്ങി ഇങ്ങോട്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്, കർത്താവ് ഇവരെ ആരെയും ശിക്ഷിക്കാതെ വിട്ടില്ല. ഇവർ എല്ലാവർക്കും പാപത്തിന് തക്കതുപോലെ ശിക്ഷ നൽകി. ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്ന ഒരു സംഗതി. സ്തോത്രം. ഞങ്ങള് ഞായറാഴ്ച ഞങ്ങളുടെ കൊച്ചു കൂട്ടായ്മയിൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ 6-ാം സങ്കീർത്തനം വായിച്ചായിരുന്നു ഞങ്ങൾ ധ്യാനിച്ചത്. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഇടയിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ദൈവത്തിന്റെ ശിക്ഷാ നടപടികൾ പ്രധാനമായും 3 രീതികളിലാണെന്ന് ഓർമ്മ കാണും. സ്നേഹത്തോടെ, 2 ബാലശിക്ഷ, ന്യായത്തോടെ. ന്യായത്തോടെ, 3-ാമത്തേതാണ് ഇൻ റാത്ത്, ക്രോധത്തോടെ. ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്ന 3 രീതികളാണ്: സ്നേഹത്തോടെ, ന്യായത്തോടെ, ഇൻ റാത്ത്, ക്രോധത്തിൽ. ഇൻ ലവ്, justly, and in wrath. ബാലശിക്ഷ എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള അടിയ. നമുക്കൊന്ന് നോക്കാം. ജെറമായ ചാപ്റ്റർ 30 വേഴ്സ് 11. യിരെമ്യാവ് 30:11. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും ഞാൻ നിന്നെ മുടിച്ചു കളയില്ല. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല താനും. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടത്തില്ല. 46:28, 46:28 കൂടെ. Fear not, O Jacob, my servant, declares the Lord, for I am with you. I will make a full end of all the nations to which I have driven you, but of you I will not make a full end. I will discipline you in just measure, and I will by no means leave you unpunished. I will leave you in no means unpunished, but I will discipline you with justice. ദൈവം തൻ്റെ തെരഞ്ഞെടുത്ത ജനതയെ
ഒരു കാരണവശാലും ശിക്ഷിക്കാതെ വിടില്ല. പലരും കരുതുന്നത് ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തു, അവർക്ക് ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു എന്നാ. ആനുകൂല്യങ്ങൾ തെരഞ്ഞെടുപ്പ് നിമിത്തം കൊടുത്തപ്പോൾ തന്നെ മറുഭാഗവും കൂടെ നമ്മൾ കണ്ടുകൊള്ളുക. മറ്റാർക്കും കൊടുക്കാത്ത തരം ശിക്ഷണ നടപടികളിലൂടെയാണ് ദൈവം അവരെ നടത്തിയത്. മേലിലും ഭാവിയിലും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. ഭാവിയിലും അങ്ങനെ തന്നെ. നമ്മുടെ ഇടയിലും അങ്ങനെയാണല്ലോ. ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന കുറ്റം ഒരു രാഷ്ട്രീയ നേതാവോ ഒരു പോലീസ് ഒരു പട്ടാളമോ പട്ടാളക്കാരനോ ഒക്കെ ചെയ്താൽ നിയമപാലകർ തന്നെ അത് ലംഘിക്കുന്നവരായാൽ ശിക്ഷ കൂടുതലാണ്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നു, ന്യായത്തോടെ ശിക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് 6-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ചത്, യഹോവേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. സ്തോത്രം. നിന്റെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ. സ്നേഹത്തോടെയുള്ള ബാലശിക്ഷയുടെ അടി നമുക്ക് സഹിക്കാവതല്ലെങ്കിൽ ന്യായത്തോടെ ഉള്ളത് എത്രയധികം. ന്യായത്തോടെ ഉള്ളതിൽ തന്നെ ഏതാണ്ട് 2/3 നശിച്ചു പോകുമെങ്കിൽ ന്യായത്തോടെയുള്ള അടിയിൽ 2/3 2/3 will be wiped out, ഇല്ലാതെയായി തീരുമെങ്കിൽ ക്രോധത്തോടെ അടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? സ്തോത്രം. സെഖരിയാവ് 13:8-9 13 verses 8 and 9. എന്നാൽ സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും, 1/3 ശേഷിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും, പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എന്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എന്റെ ദൈവമെന്ന് അവരും പറയും. ഈ ശിക്ഷകളിലൂടെ ദൈവം അവരെ കടത്തിവിടുമ്പോൾ ഇസ്രായേലിലെ എല്ലാ പൗരന്മാരും രക്ഷിക്കപ്പെടും എന്നല്ല അതിന്റെ അർത്ഥം. As a nation, they will be spared. They will be separated, secured. ഒരു രാഷ്ട്രം, ഒരു ജാതി, ഒരു സമൂഹം എന്ന നിലയിൽ തീർച്ചയായും ഇസ്രായേൽ ജനത്തെ ദൈവം രക്ഷിക്കും. എന്നാൽ അതിലെ എല്ലാ പൗരന്മാരെയും രക്ഷിക്കുമെന്നല്ല ഇവിടെ പറയുന്നു. ദൈവം, ഇന്നലെ നമ്മൾ കണ്ടു, കോലിൻ കീഴെ കൂടെ, അണ്ടർ ദ റോഡ്. മറ്റൊന്ന് ത്രൂ ദ ഫർണസ്. ഇവിടെ നമ്മൾ ഇപ്പോൾ അത് തന്നെ വായിച്ചത്. വെള്ളി തീയിൽ ഊതിക്കഴിക്കുന്നത് പോലെ, പൊന്ന് ശുദ്ധി ചെയ്യുന്നത് പോലെ ഞാൻ ഇവരെ ശുദ്ധി ചെയ്യും. അപ്പോൾ ഇവരുടെ ഒരു ഭാഗം മാത്രമേ, 1/3 മാത്രമേ ശേഷിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ അത്രയ്ക്ക് കടുത്ത ശിക്ഷകളിലൂടെ ദൈവം ഇവരെ കടത്തിവിടും. എന്നാലും എന്നേക്കുമായും മൊത്തമായും ദൈവം അവരെ ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇസ്രായേലിന്റെ അന്തിമ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് ധാരാളം പ്രവചന ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. നമ്മളതിൽ ചിലത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ
പ്രധാന ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇസ്രായേലിനെ അവരുടെ പാപം നിമിത്തം ദൈവം ന്യായമായി ശിക്ഷിക്കും. God promises that would punish them with justice for their sins. ഇസ്രായേലിന്റെ പാപം, അവരുടെ ഏറ്റവും വലിയ പാപം മശിഹായെ തിരസ്കരിച്ചതാണെന്ന് നമ്മൾ കണ്ടു. ഇന്നും അവർ മശിഹായിൽ വിശ്വസിക്കുന്നെങ്കിലും യേശുവാണ് മശിഹ എന്നവർ അംഗീകരിക്കുന്നില്ല. സ്തോത്രം. അതാണ് അവരുടെ പാപമായിരിക്കുന്നത്. എന്നാൽ അതിന് പരിഹാരം എന്താ? അതും കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം വിടാം. സെഖരിയാവ് 12:10, 12:10. സെഖരായ. And I will pour out on the house of David and the inhabitants of Jerusalem a spirit of grace and supplication. They will look on me, one they have pierced, and they will mourn for him who mourns for an only child, and grieve bitterly for him as one who grieves for a firstborn son. ഈ വിധമായ ന്യായമായ ശിക്ഷകളിലൂടെ ദൈവം ഇവരെ നടത്തി മാനസാന്തരപ്പെടാൻ വേണ്ടി അവരെ ഒരുക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? I'll give them the spirit of grace and supplication. Grace and supplication. എന്ന് വെച്ചാൽ ദൈവം അവരോട് ഒടുവിൽ കരുണ കാണിക്കും. മുമ്പേ അമാൾ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോഴും യിരെമ്യാവിന്റെ വിലാപത്തിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിച്ചു. ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ് അഥവാ ദയയാണ്. എക്കാലത്തും ജീവിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് ഇതേ പറയാൻ പറ്റൂ. നമുക്കും അതല്ലേ പറയാൻ പറ്റുള്ളൂ. സ്തോത്രം. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കൃപ. അപ്പൊ ദൈവത്തിന്റെ ദയയും കൃപയും പ്രാപിച്ചവരാണ് നാം എല്ലാവരും. ഈ ഇസ്രായേൽ ജനത്തോടും ദൈവം അത് തന്നെ കാണിക്കും. ഇപ്പൊ ദൈവം അവരോട് കൃപ കാണിക്കുമ്പോൾ അവർക്ക് ഒരു പശ്ചാത്താപം നൽകും. ഞായറാഴ്ച ഞങ്ങൾ ചർച്ചിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. 3 പദങ്ങൾ: പെനിറ്റൻസ്, റിപ്പൻറ്റൻസ് ആൻഡ് സാൽവേഷൻ. അനുതാപം, മാനസാന്തരം, രക്ഷ. പെനിറ്റൻസ്, 7 സങ്കീർത്തനങ്ങൾ സാംസ് ഓഫ് പെനിറ്റൻസ് ആണ്, അനുതാപ സങ്കീർത്തനങ്ങളാണ്. അതിൽ ആദ്യത്തേത് 6-ാമത്തെ സങ്കീർത്തനം. ഈ അനുതാപം മാനസാന്തരം ഉണ്ടാക്കുന്നു. പെനിറ്റൻസ് ലീഡ്സ് ടു റിപ്പൻറ്റൻസ്, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. മാനസാന്തരം രക്ഷയ്ക്ക് കാരണമാകുന്നു. റിപ്പൻറ്റൻസ് ബ്രിങ്സ് സാൽവേഷൻ. അത് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ വായിച്ചിട്ടുണ്ട് 8, 9, 10 വാക്യങ്ങളൊക്കെ. 2 കൊരിന്ത്യർ 7-ന്റെ വായിക്കണ്ട, 8, 9, 10 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. അനുതാപം മാനസാന്തരത്തിലേക്കും മാനസാന്തരം രക്ഷയിലേക്കും നടത്തും. സ്തോത്രം. ഇപ്പൊ ഇവിടെ ഈ 7 വർഷത്തോളം, അതിൽ ഒടുവിലത്തെ 3.5 കൊല്ലം പ്രത്യേകിച്ചും
ഇസ്രായേൽ മക്കളെ ദൈവം ന്യായമായി ശിക്ഷിച്ച് അവരുടെ പാപങ്ങൾ അവർക്ക് ബോധ്യം വരുത്തും. പാപങ്ങൾ അവർക്ക് ബോധ്യം വരുത്തി ദൈവം അവരുടെ മേൽ മാനസാന്തരത്തിനു വേണ്ടി കരുണ കാണിക്കും. അങ്ങനെ മാനസാന്തരത്തിനു വേണ്ടി കരുണ കാണിക്കുമ്പോഴാണ് ഈ ശിക്ഷകളിലൂടെ അവർ മാനസാന്തരത്തിലേക്ക് വരുന്നത്. അവർ മാനസാന്തരപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയും. അതാണ് നമ്മളിപ്പോ വായിച്ചത്. സ്തോത്രം. They will turn to the Messiah whom they have pierced. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. ഇസ്രായേൽ അല്ല അക്ഷരീയമായും യേശുവിനെ കുത്തിത്തുളച്ചത്. എന്നാൽ അവനെ അങ്ങനെ കുത്തി തുളയ്ക്കത്തക്കതുപോലെ, ക്രൂശിക്കത്തക്കതുപോലെ ഏൽപ്പിച്ചു കൊടുത്തത് ഇസ്രായേല്യരാണ്. അത് പത്രോസ്ലീഹ തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒന്ന് വായിച്ചു കേൾക്കുന്നത് ഒരു സുഖ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ 23 വായിച്ചു ആദ്യം. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി. എല്ലാവർക്കും കിട്ടിയല്ലോ. യേശുവിനെ ഒരു മിനിറ്റ് സുജയ്. ആക്ട്സ് 2:23 ആണ് ഇപ്പൊ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2:23 വായിക്കുന്നത്. വായിച്ചു ഇനി. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവം അവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. യോഹന്നാൻ 1:11 നിങ്ങൾ അവനെ കൈക്കൊണ്ടില്ല. പകരം എന്ത് ചെയ്തു? നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ക്രൂശിച്ചു കൊന്നത് റോമക്കാരാണെങ്കിലും ക്രൂശിക്കാൻ അവരുടെ കയ്യിൽ യേശുവിനെ ഏൽപ്പിച്ചത് യഹൂദരാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് യേശുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഇവിടെ യഹൂദന്റെ മേൽ ചുമത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ടാ പറയുന്നത് അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നവരെ പോലെ യേശുവിനെ ഓർത്ത് അവര് മാറത്തടിച്ച് വിലപിക്കും. സ്തോത്രം. ഇതിനോട് ചേർത്ത് നമുക്കൊരു വാക്യം കൂടെ വായിച്ച് ഈ ഭാഗം നിർത്താം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 7, 8, 9. ഐശയ്യാ 66, 7, 8 and 9. Before she was in labor, she gave birth. Before her pain came upon her, she delivered a son. Who has heard? And his sister, just a minute. ഇവിടെ ഇസ്രായേൽ മക്കളുടെ റിഡംഷൻ, ഫൈനൽ റിഡംഷൻ, ഇസ്രായേലിന്റെ അവസാന ആത്യന്തിക യഥാസ്ഥാനം വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഷീ ഈസ് ഇസ്രായേൽ. ഓക്കെ, ഇവിടെ പറയുന്ന ഷീ ഇസ്രായേലിനെ കുറിച്ച, അവൾ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. അവൾ ഒരു മകനെ പ്രസവിക്കും. സ്തോത്രം. അവൾ ഒരു മകനെ പ്രസവിക്കും. ബിഫോർ ഷീ ട്രാവൽഡ്, അവളുടെ ട്രാവയിൽ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രസവവേദന എന്ന് പറയുന്നത് മഹാപീഡനമാണ്. എന്നാൽ അവളുടെ പ്രസവവേദനയ്ക്ക് മുമ്പ് തന്നെ അവൾ ഒരു മകനെ പ്രസവിക്കും. എങ്ങനെയുള്ള മകനാണ്? എ മാൻ ചൈൽഡ്, ഒരു പുത്രനെ, ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. അവളെ വീണ്ടെടുക്കാനുള്ള
മകനെ പ്രസവവേദനപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രസവിക്കും. അതായിരുന്നു മശിഹ. അവരുടെ പീഡനകാലത്തിന് മുമ്പ് തന്നെ മശിഹ ഇസ്രായേലിൽ നിന്നും പിറന്നു. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ജനിച്ചത് അല്ലെങ്കിൽ പിറന്നത്. ഓക്കെ, അപ്പോൾ മഹാപീഡനകാലത്തിലെ പ്രസവവേദനയ്ക്ക് മുമ്പ് തന്നെ മശിഹ ആൺകുട്ടി പിറന്നു. പിന്നെ യെസ്, ആനി സിസ്റ്റർ, പ്ലീസ് കണ്ടിന്യൂ. Who has heard such a thing? Who has seen such things? Yeah. Shall a land be born in one day? Shall a nation be brought forth in one moment? For as soon as Zion was in labor, she brought forth her children. Shall I bring to the point of birth and not cause it to bring forth? Says the Lord. Shall I, who caused to bring forth, shut the womb? Says your God. Praise God. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞത്, ഇസ്രായേൽ will bring forth a man child even before she got into labor pain. പ്രസവവേദനപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൾ ഒരു മകനെ പ്രസവിക്കും. അത് യേശുക്രിസ്തുവിന്റെ ജനനത്തോടെ പൂർത്തിയായി. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പൂർത്തിയായി. രണ്ടാമത്തെ കാര്യം നാം ഇവിടെ കാണുന്നത്, സ്തോത്രം, എന്താണ്? The result of the travail, the people will get ready to accept Jesus as the Messiah. അന്ന് പുത്രൻ ജനിച്ചു, പക്ഷെ അവർ അവനെ കൈക്കൊണ്ടില്ല. അവർ അവനെ തള്ളിക്കളഞ്ഞു. അവർ അവനെ മരണത്തിന് ഏൽപ്പിച്ചു. നമ്മളിപ്പോൾ അപ്പോസ്തലപ്രവൃത്തികളിൽ വായിച്ചതുപോലെ അവർ അവനെ അധർമ്മികളുടെ കയ്യാൽ ക്രൂശിൽ തറപ്പിച്ചു കൊന്നു. അതുകൊണ്ട് ദൈവം അവർക്ക് എന്തു വരുത്താൻ പോവുകയാ? വേദനകളിലൂടെ, പ്രസവവേദനയിലൂടെ, ട്രവയിലൂടെ അവരെ കടത്താൻ പോവുക. അതാണ് പീഡനകാലം, ഈ മഹാപീഡനകാലം. നമ്മളിപ്പോൾ സെഖരിയ 12:10 വായിച്ചതുപോലെ ആ പീഡനകാലത്തിലൂടെ അവരെ കടത്തിവിട്ട് അവരൊരിക്കൽ തള്ളിക്കളഞ്ഞ ദൈവപുത്രനായ യേശുവിനെ വാഗ്ദത്ത മശിഹയായി സ്വീകരിക്കുവാൻ ദൈവം അവരെ ഒരുക്കുകയാണ്. God will prepare them through the travail or the tribulation to acknowledge and accept Jesus Christ as the Messiah. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നാം അവിടെ കാണുന്നത്, സ്തോത്രം, നമ്മൾ വായിച്ചല്ലോ, ഞാൻ പ്രസവദ്വാരത്തിങ്കൽ കൊണ്ടുവന്നിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ? പ്രസവദ്വാരം ഞാൻ അടച്ചു കളയുമോ? That means third thing God will do is He will not allow this to be a stillbirth. He will not allow it to be a stillbirth. എന്ന് വെച്ചാൽ പെട്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ within a day, within a moment, a nation will be born. സ്തോത്രം. നിമിഷനേരം കൊണ്ട്, സ്തോത്രം, I shall cause to bring forth. പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ദേശം, ഒരു രാഷ്ട്രം ജനിക്കുന്നതിനെ കുറിച്ച് നാം അവിടെ കാണുന്നു. അതിൻ്റെ ഒരു ഭാഗം നിവർത്തിയായി. ഇസ്രായേൽ മക്കളുടെ ഈ കഴിഞ്ഞ വീണ്ടെടുപ്പിന്റെ പ്രക്രിയയിൽ, എന്ന് വെച്ചാൽ 1948 മെയ് 14
1948 മെയ് മാസം 14 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടപ്പോൾ ഈ വാക്യത്തിന്റെ ഒരു ഭാഗം നിവർത്തിയായി. സ്തോത്രം. നാം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒറ്റ ദിവസം കൊണ്ടല്ലേ 1948 മെയ് 14 ഇസ്രായേൽ രാഷ്ട്രം പിറന്നത്? ഒറ്റ ദിവസം കൊണ്ട്. ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? ഒന്നായിട്ട് ഒരു ജാതി ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ഇതാണ് 3-ാമത്തെ കാര്യം. ഒറ്റ ദിവസം കൊണ്ട്, പെട്ടെന്ന്. നമുക്കറിയാം, BC 606 മുതൽ, യേശുവിന്റെ ജനനത്തിന് 606 വർഷം മുൻപ് മുതൽ ഇസ്രായേൽ രാഷ്ട്രീയ അടിമത്വത്തിലായിരുന്നു. യേശുക്രിസ്തുവിന്റെ കാലത്ത്, അതായത് പേർഷ്യൻസിന്റെ സമയത്തും മേദ്യ പേർഷ്യക്കാരുടെ സമയത്തും, അവരുടെ കാലത്താണല്ലോ ബാബിലോണ്യ അടിമത്വത്തിൽ നിന്ന്, പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ മടങ്ങി യെരുശലേമിൽ വരുന്നത്. യെരുശലേമിൽ ദേവാലയം പണിയാനുള്ള സ്വാതന്ത്ര്യം അവർ കൊടുത്തു. അന്ന് മുതൽ അവർക്ക് റിലീജിയസ് ഫ്രീഡം, മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ബട്ട് ദേ ഡിഡ് നോട്ട് ഹാവ് പൊളിറ്റിക്കൽ ഫ്രീഡം ever since their Babylonian exile. ബാബിലോണിലേക്ക് നെബൂഖദ്നേസറിന്റെ കാലത്ത് BC 606 അടിമകളായി പോയത് മുതൽ 1948 മെയ് മാസം 13 വരെ, അതുമല്ലെങ്കിൽ 14 വൈകുന്നേരം ഏതാണ്ട് 4 മണി വരെ, അല്ലെങ്കിൽ 3:59 വരെ അവർക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. എന്നാൽ മേദ്യ പേർഷ്യക്കാരുടെ സമയത്ത് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം യെരുശലേമിലേക്ക് മടങ്ങി വന്നത് മുതൽ AD 70 വരെ, AD 70 വരെ, 68 എന്നൊക്കെ പറയുന്നതായിരിക്കും കൂടുതൽ ശരി, എന്നാലും റൗണ്ട് ഫിഗറിൽ AD 70 വരെ ഇസ്രായേലിന് മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, റിലീജിയസ് ഫ്രീഡം ഉണ്ടായിരുന്നു. നീറോയുടെ കാലം വരെ എന്നുള്ളതാണ് ശരി. AD 70 ശേഷം ഇസ്രായേൽ എന്നൊരു രാഷ്ട്രമേ ഇല്ല. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഭൂപടങ്ങളിൽ ഒന്നും ഇസ്രായേൽ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇറാൻ ഉൾപ്പെടെ പലരും പറയുന്നത് ലോകത്ത് നിന്ന് ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന്. ഭൂപടത്തിൽ അവരുണ്ടാകാൻ പാടില്ല. അങ്ങനെ AD 70 മുതൽ 1900 വർഷം, 1948 മെയ് മാസം വരെ സ്വന്തമായ ഒരു സ്വത്വം, ഒരു ഐഡന്റിറ്റി ഇല്ലാതെ, സ്വന്തമായ ഒരു രാഷ്ട്രമില്ല, ഗവൺമെന്റ് ഇല്ല, അങ്ങനെ യാതൊന്നും സ്വന്തമായിട്ടില്ലാതെ ഈ ഭൂമിയിൽ ഒരു കൊച്ചു ജനത നിലനിന്നു. ഒരു ചെറിയ ജനത. പക്ഷേ അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും പെട്ടെന്നൊരു ദിവസം ഇസ്രായേൽ രാഷ്ട്രം പിറന്നു വീണു. അതായിരുന്നു 1948 മെയ് 14. എന്നാൽ അതിനേക്കാൾ വലിയതായ ഒന്നാണ് സംഭവിപ്പാൻ പോകുന്നത്. എപ്പോൾ ഇവർ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ച് അവർ ക്രൂശിച്ചു കൊന്ന, അവർ വിലാപ്പുറം കുത്തിത്തുളച്ച യേശു മഹത്വത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന
ആ സമയം, സ്തോത്രം, മഹത്വത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ സമയം, സ്തോത്രം. സഖരിയ പ്രവാചകൻ പറയുന്നത് പോലെ ആ 12:10 നമ്മൾ വായിച്ചല്ലോ, സ്തോത്രം. അതുപോലെ തന്നെ 14:4 കൂടെ വായിച്ചോളൂ. 14:3-4 കൂടെ. 14 സഖരിയാവ് 14:3-4 കൂടെ. Then the Lord will go out and fight against those nations, as he fights in the day of battle. On that day his feet will stand on the Mount of Olives, east of Jerusalem, and the Mount of Olives will be split in two from east to west, forming a great valley, with half of the mountain moving north and half moving. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ കൂടെ ചിതറിക്കപ്പെടുകയും എല്ലാവരും അവർക്കെതിരായി തീരുകയും അവരുടെ നിലനിൽപ്പ് മറ്റേതൊരു കാലത്തെക്കാളും ഏറ്റവും കഠിനമായി തീരുകയും ചെയ്യുമ്പോൾ കർത്താവ് തന്നെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ചിത്രമാണ് ഇവിടെ. ഒലിവുമലയിൽ കർത്താവ് തന്റെ പാദങ്ങൾ വയ്ക്കുകയും ഒലിവുമല രണ്ടായി പിളരുകയും ചെയ്യുന്ന ഒരു ചിത്രം. അപ്പോഴാണ് 12:10 പറഞ്ഞത്, ഈ പീഡ അനുഭവിച്ച് ഒരു രക്ഷയുമില്ലാതെ മരണം മാത്രം, ക്രൂര മരണം മാത്രം കാത്തുകിടക്കുന്ന ഈ ജനം രക്ഷകനായി വരുന്ന യേശുവിനെ കണ്ട് ഇവൻ തന്നെയാണ് മശിഹ എന്ന് തിരിച്ചറിഞ്ഞ് മാറത്തടിച്ച് മനസ്താപപ്പെട്ട് അനുതാപപ്പെട്ട് പെനിറ്റൻസോടെ റിപ്പന്റ് ചെയ്യുന്ന, മാനസാന്തരപ്പെടുന്ന, അത് നിമിത്തം കർത്താവ് അവരെ കൈക്കൊള്ളുന്ന ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. കൈക്കൊള്ളുന്ന ചിത്രമാണ്. പ്രൈസ് ഗോഡ്. സ്തോത്രം. അപ്പം അങ്ങനെ ഒരു വീണ്ടെടുപ്പിന്റെ പ്രക്രിയയ്ക്കായിട്ടാണ് ഇസ്രായേലിനെ ദൈവം ന്യായം വിധിക്കുന്നത്. ഇതാണ് ഇസ്രായേലിന്റെ അന്തിമ വിധി, ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ. അതിനുവേണ്ടിയാണ് മഹാപീഡനം, 70-ാം ആഴ്ചവട്ടം ദാനിയേലിന്റെ ഭാഷയിൽ ദൈവം അനുവദിച്ചിരിക്കുന്നത്. പ്രവാചകന്റെ ഭാഷയിൽ യാക്കോബിന്റെ കഷ്ടകാലം. സ്തോത്രം. The troublesome time of Jacob. സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ള 3 സംഗതികൾ യെശയ്യാവ് ഇവരുടെ അന്തിമ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു 66-ാം അധ്യായത്തിൽ. അതിൽ 1-ാം ഘട്ടം ദൈവപുത്രന്റെ ജനനം. എന്നാൽ അന്ന് അവർ അവനെ കൈക്കൊണ്ടില്ല, ക്രൂശിച്ചു കൊന്നു. അതിന്റെ ഫലമായി ഇനിയും അവർക്ക് മാനസാന്തരത്തിനായിട്ടൊരു സമയം ദൈവം വേർതിരിച്ചിരിക്കുന്നു, 70-ാം ആഴ്ചവട്ടം. അത് സഭയുടെ എടുക്കപ്പെടലിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിക്കും. ആ 7 വർഷം എതിർക്രിസ്തുവിന്റെ ഭരണകാലമായിരിക്കും. അതിന്റെ ഒടുവിലത്തെ 3.5 വർഷം സമാനതകളില്ലാത്ത പീഡനം നടക്കും. സമാനതകളില്ലാത്ത പീഡനം നാം അതെല്ലാം പഠിച്ചതാണ്. മത്തായി 24-ാമത്തെ അധ്യായത്തിലും മർക്കോസ് 13-ലും ലൂക്കോസ് 21-ലും കർത്താവ് അതേപ്പറ്റി പറയുന്നത്, ഭൂമി അല്ലെങ്കിൽ ലോകം ഉണ്ടായത് മുതൽ ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്തതും മേലിൽ ഉണ്ടാകാത്തതുമായ കഷ്ടകാലം. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല, അത് സംഭവിപ്പാനിരിക്കുന്നു. ആ കഷ്ടങ്ങളിലൂടെ ഇവരെ കടത്തിവിടുന്നത് വെള്ളി ഉലയിൽ ഉരുക്കി ശുദ്ധി ചെയ്യുന്നത് പോലെ ശുദ്ധി ചെയ്യാനായിട്ടാണ്. പൊന്ന് ഉരുക്കി ശുദ്ധി ചെയ്യുന്നത് പോലെ ഇവരെ ശുദ്ധി ചെയ്യുവാനായിട്ടാണ്.
അങ്ങനെ ശുദ്ധി ചെയ്ത് അവർ പണ്ട് ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യിക്കും. പ്രായശ്ചിത്തമാണ് ഇനിയും മശിഹ വരുമ്പോൾ അവനെ അവർ തിരിച്ചറിയും, യേശു തന്നെയായിരുന്നു മശിഹ എന്ന്. അതാണ് പൗലോസ് പറയുന്നത്, എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി യേശു കർത്താവെന്ന് ഏറ്റുപറയും. അതായിരുന്നു 2-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തികളിൽ ഒടുവിലത്തെ വാക്യങ്ങളിൽ, മുമ്പേ സ്തുതി വായിക്കാൻ ആദ്യം ഒരുങ്ങിയ വാക്യങ്ങൾ. നിങ്ങൾ എന്തറിഞ്ഞുകൊള്ളുക, ഇസ്രായേൽ ഗൃഹം മുഴുവനും എന്തറിഞ്ഞുകൊള്ളുക, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ തന്നെ. നീ ബാക്കി വായിച്ചു. ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളണം. അന്ന് വല്ലതും അറിഞ്ഞോ അവര്? ഇല്ല. അവരിൽ നിന്നും ജനിച്ച, അവരുടെ ഇടയിൽ വളർന്ന, അവർ ക്രൂശിച്ചു കൊന്ന, എന്നിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ അതേ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനം അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവരത് ഗ്രഹിച്ചില്ല. എന്നാൽ അവർ അത് ഗ്രഹിക്കുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രം അന്തിമമായും എന്നേക്കുമായും പുനർജനിക്കും. ആ കാര്യങ്ങളാണ് യെശയ്യാവ് പറഞ്ഞത്. അതോടുകൂടെ ഇസ്രായേൽ രാഷ്ട്രം അല്ലെങ്കിൽ ജാതി എന്ന നിലയിൽ ദൈവത്തിന്റെ ന്യായവിധി പൂർണ്ണമാകും. അവരുടെ വീണ്ടെടുപ്പും അതോടുകൂടെ പൂർണ്ണമാകും. പിന്നെ അവരാരും കർത്താവിനെ വിട്ടു പോവുകയില്ല. പിന്നെ അവർ കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. പിന്നെ ആരും യഹോവയെ അറിയുക എന്ന് അവരെ ഉപദേശിക്കുകയില്ല. യേശു തന്നെ അവരുടെ രാജാവായിട്ട്, സ്തോത്രം, മശിഹയായിട്ട് 1000 ആണ്ട് വാഴും. അവിടെ നിന്നും അവരെ നിത്യതയിലേക്കും കർത്താവ് നടത്തും. ഇതാണ് ഇസ്രായേലിന്റെ ന്യായവിധിയുടെ ഒരു ഹ്രസ്വമായ ചിത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇസ്രായേൽ രാഷ്ട്രം മുഴുവനായിട്ട് രക്ഷപ്പെടുമ്പോൾ അതിനകത്ത് പിന്നെ രക്ഷപ്പെടാത്തവരാരെങ്കിലും കാണുമോ ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ആരും കാണത്തില്ല രക്ഷപ്പെടാത്തവരായി. അല്ല, വ്യക്തിപരമായിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, ഇസ്രായേല്യരായിട്ട് ആരെല്ലാം അന്നുണ്ടാകുമോ അവരെ മുഴുവനും കർത്താവ് സ്വീകരിക്കും. അവരെല്ലാവരും തന്നെ മാനസാന്തരപ്പെടും. അല്ല, ഇസ്രായേൽ രാഷ്ട്രത്തിലല്ല ഈ ലോകത്തിന്റെ പല ഭാഗം ചിതറിപ്പാർക്കുന്നവരും ഈ കൂട്ടത്തിൽ പെടുമോ? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരോ? അതെ, അവർ ലോകത്തിന്റെ എവിടെയെല്ലാം ആയിരുന്നാലും, അതാണ് നമ്മൾ മത്തായി 24 വായിച്ചത്. യേശു ക്രിസ്തു അന്ന് വരുമ്പോൾ അവൻ തന്റെ ദൂതന്മാരെ വിട്ട് ഇവരെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും എല്ലാം കൂട്ടിച്ചേർക്കും. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഗുഹയിലും ഇവരായിരുന്നാലും മുഴുവൻ ഇസ്രായേല്യരും അന്ന് രക്ഷിക്കപ്പെടും. അന്ന് ജീവനോടിരിക്കുന്നവർ. ഇവരെ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അർത്ഥത്തിന്റെ പേരും ഇവരുടെ പേരും ജീവന്റെ പുസ്തകത്തിലാകും അല്ലേ? മശിഹായെ സ്വീകരിക്കുക, അതാണ് അവരുടെ രക്ഷ. അപ്പോൾ കർത്താവ് അവരെ കൈക്കൊള്ളുക.
അങ്ങനെയുള്ളവരുടെ പേരുകളാണ് ജീവന്റെ പുസ്തകത്തിലുള്ളത്. ഈ ഗോത്രം മന്ദിരാരെ വെച്ച് പറയുന്നുണ്ടല്ലോ, അവരെ പ്രത്യേക ജനമായിട്ടാണോ പരിഗണിക്കുന്നത്? അത് നമ്മൾ പഠിച്ചതാ. അതെ, അവര് സുവിശേഷകന്മാരായിട്ട് മഹാപീഡന കാലത്ത് പ്രസംഗിക്കുന്നവരായിട്ട് അവരെ ആക്കും. അവരെ മുദ്രയിട്ട് മാറ്റി നിർത്തുന്നത് കൊണ്ട് എതിർ ക്രിസ്തുവിന്റെ പീഡകൾ അവർക്കുണ്ടാകുമെങ്കിലും അവരെ കൊല്ലാൻ എതിർ ക്രിസ്തുവിന് പറ്റില്ല. അവരന്ന് ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് ലോകമെങ്ങും ശുശ്രൂഷിക്കാനായിട്ടുണ്ടായിരിക്കും. നമ്മൾ ആദ്യം പഠിച്ചതുപോലെ പഴയ നിയമകാലത്ത് പ്രവാചകന്മാരിലൂടെ ദൈവം തൻ്റെ സന്ദേശം അറിയിച്ചു കൊണ്ടിരുന്നു. പുതിയ നിയമകാലത്ത് സഭയിലൂടെ കർത്താവ് അത് ചെയ്യുന്നു. സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ 2 സാക്ഷികളിലൂടെ ആ പ്രസംഗ ശുശ്രൂഷ അല്ലെങ്കിൽ സന്ദേശം അറിയിക്കുന്നത് തുടരുന്നു. അവരുടെ മരണശേഷം ഈ 12,000 വീതമുള്ള 1,44,000 പേരിലൂടെ ആ ശുശ്രൂഷ തുടരുന്നു. അതും പോരാഞ്ഞിട്ടാണ് 14:6 വെളിപ്പാട് 14:6 നമ്മൾ കാണുന്നത് ഈ 1,44,000 എത്തിപ്പെടാൻ കഴിയാത്ത ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വനാന്തരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയുള്ളവരെയും കൂടെ സുവിശേഷീകരിക്കുവാൻ നിത്യസുവിശേഷം എന്ന ഒരു സുവിശേഷവുമായിട്ടൊരു ദൂതനെ ദൈവം അയക്കുന്നു. അപ്പോൾ ഈ 12,000 പേര് മുദ്രയിടപ്പെട്ട് മാറ്റി നിർത്തപ്പെടുന്നു. എതിർ ക്രിസ്തുവിന് അവരെ കൊല്ലാൻ കഴിയുന്നില്ല. അക്കാലത്ത് അവർ കർത്താവിന്റെ സാക്ഷികളായിട്ട് സുവിശേഷകർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ പീഡിപ്പിക്കപ്പെടുകയും രക്തസാക്ഷികളാവുകയും ഒളിച്ച് ഓടുകയും ആഹാരം പോയിട്ട് വസ്ത്രം പോലുമില്ലാതെ നഗ്നരായിട്ട് പ്രാണരക്ഷാർത്ഥം ഓടുകയും പലരും കൊല്ലപ്പെടുകയും ചെയ്യും. ഈ മുദ്രയിടക്കപ്പെട്ടവരെ ഉപദ്രവിക്കാൻ പിശാചിന് കഴിയും അല്ലേ? ഈ മുദ്രയേൽക്കപ്പെട്ടവരെ അവർക്ക് തീർച്ചയായിട്ടും ഈ ലോകത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ അവർക്കും പീഡകളുടെ ഭാഗം അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. കാരണം 2 പീഡകൾ ആ സമയത്തുണ്ട്. എതിർ ക്രിസ്തു ഒരു ഭാഗത്തു നിന്നും തന്നെ അനുസരിക്കാത്തവരെയൊക്കെ പീഡിപ്പിക്കും. അതിൽ പ്രധാനം ഇസ്രായേലിലാണ്. രണ്ടാമത്തെ ഭാഗം ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അനുസരിക്കാത്ത ജനതയെ ദൈവം തന്റെ ഭാഗത്തു നിന്നും ശിക്ഷിക്കുന്നു. ഈ 2 തരത്തിലുമുള്ള പീഡകൾ ആ സമയത്തുണ്ട്. അതുകൊണ്ട് ഇവർക്ക് തീർച്ചയായിട്ടും പീഡകൾ അനുഭവിച്ചേ പറ്റൂ. എന്നാൽ എതിർ ക്രിസ്തുവിന് അവരെ കൊല്ലാൻ കഴിയില്ല എന്ന് മാത്രം. മുദ്രയുടെ വേർതിരിച്ചവരെ ഈ യഹൂദന്മാരുടെ മാത്രമല്ല, ലോകത്തിൽ മൊത്തം ഒരു സുവിശേഷം അറിയിക്കും അല്ലേ? അതെ. അതുകൊണ്ടാണ് 7-ാം അധ്യായം 9-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത് യഹൂദന്മാരല്ലാത്ത എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം വെള്ള ധരിച്ചും കയ്യിൽ കുരുത്തോല പിടിച്ചും കൊണ്ട് നിൽക്കുന്നു. യോഹന്നാനോട് ചോദിക്കുന്നു, ഇവരാരാണെന്ന് അറിയാമോ? അറിയത്തില്ല. 13-ഉം 14-ഉം വാക്യങ്ങൾ പറയുന്നു, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിന്റെ ചോരയിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. അപ്പം യഹൂദന്മാരല്ലാത്തവരുടെ ഇടയിലും അവർ സുവിശേഷം അറിയിക്കും. ശരി, മറ്റൊന്നുമില്ല എങ്കിൽ നമ്മളിപ്പോൾ 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ 4-ഉം 5-ഉം വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ യേശു കർത്താവ് ഒലിവുമലയിലേക്ക് തന്റെ പാദം വയ്ക്കുമ്പോൾ ഒലിവുമല 2ആയിട്ട് പിളരുന്നു. ഒരു വലിയ താഴ്വര അവിടെ ഉണ്ടാകുന്നു. ആ താഴ്വരയിൽ കർത്താവ് തന്റെ തേജസ്സിന്റെ സിംഹാസനം വെച്ച് ജാതികളെ ന്യായം വിധിക്കും. അതാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന 3-ാമത്തെ ന്യായവിധി. തേജസ്സിന്റെ സിംഹാസന ന്യായവിധി. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അത് നമുക്ക് നാളെ പഠിക്കാം. സ്തോത്രം. നമുക്ക് അതുകൊണ്ട്
കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുന്നതിന് ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ. നമുക്ക് നമ്മുടെ കർത്താവിനെ, യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിപ്പാൻ ഭാഗ്യം ലഭിച്ചല്ലോ. കർത്താവിന് സ്തോത്രം. അതിൽ തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.